കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വസു, മോളെ വസു, വസു. എന്താ ഇളയമേ, നല്ല ടെൻഷനിലാണല്ലോ. അവൻ വന്നിട്ടുണ്ട് മോളെ. ആരാ? അവനാ നിനക്കൊരു ശനിയായവൻ. നിന്നോട് പകയുള്ളൊരു സർപ്പം, നിന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എതിരാളി. നിന്റെ കേതുവാണവൻ, നിന്റെ യമരാജാവ്. ആരാ ഇളയമേ? അത് ഞാൻ തന്നെ പറയണോ ഭവനെ? നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ. വാ, ആ അടുപ്പ് ഓഫ് ചെയ്തിട്ട് വാ, വാ. ഞാൻ എത്തേണ്ട വീട്ടിൽ തന്നെ എത്തിയെന്ന് തോന്നുന്നു. സൂപ്പർ. ഇവനെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഇയാൾ അമ്മയ്ക്ക് നേരത്തെ അറിയാമോ? എന്തിനാ ഏട്ടാ കൂട്ടിക്കൊണ്ടുവന്നേ? ഇയാൾ അത്ര ശരിയല്ല. വസു എടുത്തെ കുറിച്ച് അന്ന് ഷോപ്പിംഗ് മോളിൽ വെച്ച് മോശമായിട്ട് സംസാരിച്ച ആളാ ഇത്. ആന്റി, ഇവൻ ആരാ? ആ വസുവിന് ആന്റി വില്ലനാ ഇവൻ. വെറൊരു തെമ്മാടി. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി പെട്ടെന്ന് കാറിന്റെ മുന്നിലേക്ക് വന്ന് വീണു. കയ്യിലൊക്കെ നല്ല മുറിവുണ്ട്. ഫസ്റ്റ് എയ്ഡ് ചെയ്യാന്ന് കരുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നേ. ഇതുപോലെയുള്ള ആളുകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരില്ലേ ഭാസ്കർ? നീ കാരണം ആക്സിഡന്റ് ആയി എന്നതുകൊണ്ട് മാത്രം ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് വേഗം പറഞ്ഞു വിടാൻ നോക്ക്. വസു, നീ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വാ. ചെല്ലേ. അന്നത്തെ കളികൾക്ക് സൗന്ദര്യം കൂടിയിട്ടുണ്ടല്ലോ. എന്തൊക്കെയായാലും ഇവിടെ വിടാൻ പാടില്ല. എന്താ മോനെ, നല്ല വേദന ഉണ്ടോ? ഇത്രയും നാൾ ഇവിടെ കാണാത്തോണ്ട് മിസ് ചെയ്യായിരുന്നു ഞാൻ.
എന്താ അവനോട് ദയ തോന്നുവാണോ? ഇവന് വസുവിനെ പറ്റി എന്തോ സീക്രട്ട് അറിയാം. ഇവര് നമ്മുടെ കൈക്കുള്ളിൽ ഒതുക്കി അതെന്താന്ന് മനസ്സിലാക്കിയ വസുവിനൊരു പണി കൊടുക്കാലോ. ഇത് നിന്റെ അരക്കെട്ടിനോട് ചേർന്ന് നിന്നാൽ ആ വസ്ത്രത്തിന് തന്നെ ഒരു ഭംഗിയുണ്ടാവും. എന്റെ പിന്നാലെ വന്ന് ശല്യം ചെയ്യുവാണല്ലേ? ഏയ്, ഞാൻ നിന്റെ പിന്നാലെ ഒന്നും വന്നില്ല. നിന്നെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ് നിന്റെ അച്ഛനും അമ്മയും വിളിച്ചതുകൊണ്ട് ഞാൻ വന്നതാ. ഇവളുടെ ആദ്യ ഭർത്താവിന് എന്താ സംഭവിച്ചെന്ന് അറിയാമോ? വേഗം പോയി അയാളെ തടയ. നമ്മുടെ മോൻ മരിച്ചിട്ടൊന്നുമില്ല, വിവാഹമോചനം നേടിയിട്ടേ ഉള്ളൂ എന്ന് പറയാൻ നിൽക്കുക. ഇവളുടെ ക്യാരക്ടർ എന്താണെന്ന് പറയട്ടെ. കേൾക്കാൻ നല്ല രസമായിരിക്കും. കേൾക്കാൻ താല്പര്യമുണ്ടോ? നിന്റെ ഭാവി അമ്മായിയമ്മ ഞങ്ങളോട് എന്താ പറഞ്ഞെന്നറിയാമോ? ഒരു വിധവയെ മരുമകളാക്കുന്നതാണ് നല്ലതെന്നും വിവാഹമോചനം കഴിഞ്ഞ പെണ്ണിനെ വേണ്ട എന്നുമാണ്. അതുകൊണ്ടാ ഞങ്ങൾക്ക് കള്ളം പറയേണ്ടി വന്നത്. ആ ആന്റിക്ക് ഇതുപോലെ വ്രതം മുറിഞ്ഞു പോയായിരുന്നു. പാവം, അവരുടെ ലൈഫ് മുഴുവൻ കുഴപ്പത്തിലായി. രണ്ടുപേരും ഡിവോഴ്സ് വാങ്ങി പിരിയേണ്ടി വന്നു. വ്രതം പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോവാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ശനിദശ തുടങ്ങാൻ പോവാണെന്നാണ് അർത്ഥം. ഇവളെന്താ റൂമിലേക്ക് പോയിട്ട് ഇതുവരെ തിരിച്ചു വരാത്തെ? ഇനി എന്നെ കണ്ട് പേടിച്ചിട്ടാണോ? അതോ ഇനി എന്റെ മുഖം കാണാൻ ഇഷ്ടമില്ലാത്തോണ്ട് വരാത്താണോ? അമ്മേ, ചേട്ടാ, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണം ഞാൻ? ഇതിനു പകരം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നല്ലോ. എന്താ വസു ഇനിയും വരാത്തെ? നീ പോയി നോക്ക്. പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവരാൻ പറ. ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൊണ്ടുവന്നില്ലെങ്കിലും സാരമില്ല. വസുവിനെ വിളിച്ചോണ്ട് വാ. അവളാണ് എന്റെ ഫസ്റ്റ് എയ്ഡ്. വസു, നീ ഇവിടെ എന്ത് ചെയ്യോ? എന്തിനാ ഇങ്ങനെ വേർക്കുന്നത്? എന്തു പറ്റി വസു? ചേച്ചി, അയാള് ആ ആളിനെ കണ്ടിട്ടാണോ നീ പേടിക്കുന്നത്? അവൻ എങ്ങനെയുള്ളവനാണെന്ന് ഈ വീട്ടിലെല്ലാവർക്കും അറിയാം. ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ട് അവനെ പറഞ്ഞു വിടും. നീ വെറുതെ പേടിക്കണ്ട. നീ തന്നെ ധൈര്യമായിട്ട് അവിടെ കൊണ്ട് കൊടുക്ക. ചെല്ല്, വാ പോവാം. എനിക്കങ്ങോട്ട് വരാൻ പറ്റില്ല. എനിക്ക് പേടിയാവുന്നു ചേച്ചി. ഇങ്ങനെയുള്ള തെമ്മാടികളെ കണ്ട് പേടിക്കാൻ നിന്നാ ജീവിക്കാൻ പറ്റില്ല വസു. മാത്രമല്ല, ഈ വീട്ടിൽ നീ എന്തിനാ പേടിക്കുന്നത്? ധൈര്യമായിട്ട് വാ ചേച്ചി. ഭാസ്കർ, വേഗം തന്നെ ഫസ്റ്റ് എയ്ഡ് ചെയ്യിപ്പിച്ച് പറഞ്ഞു വിട്. ശരി അമ്മേ.
ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. വേദന കുറച്ച് കുറവുണ്ട്. അഖിൽ, അയാളെ അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി ആക്ക്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് ഞാൻ ഈ വീട്ടിലെത്തിയത്. ഇപ്പൊ പുറത്തു പോയാൽ ഇനി തിരിച്ചു വരാൻ പറ്റില്ല. വസുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതുവരെ ഞാനിവിടെ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾ ഇറങ്ങാല്ലേ? അയ്യോ ആന്റി, ഇങ്ങനെ വിടരുത്, തടുത്ത് നിർത്ത്. ഇവരെന്താ എന്റെ രക്തബന്ധാണോ തടുത്തു നിർത്താനായിട്ട്? ഇയാളുടെ കയ്യിൽ നിന്നും വസുവേട്ടത്തെ കുറിച്ചുള്ള ഒരു സീക്രട്ട് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. കണ്ടുപിടിക്കണം. പക്ഷെ എങ്ങനെയാ തടയുന്നേ? ഏയ്, എന്താ പറ്റിയേ? ബ്രദർ, എനിക്ക് ബ്രദർ, നിങ്ങളൊന്ന് കണ്ണുറക്ക. ബ്രദർ, കൊച്ചുമോനെ ഒന്ന് നോക്കടാ. പൾസ് എല്ലാം കറക്റ്റ് ആയിട്ടാ. പിന്നെന്താ പെട്ടെന്ന് മയങ്ങി വീണേ? എടാ ഭാസ്കർ മോനെ, നീ അവനെ തലയിലാണോ ഒടിച്ചത് കയ്യിലാണോ ഒടിച്ചത്? കയ്യിൽ തന്നെ ഇളയമ്മേ. വീണ സമയത്ത് തല ഇടിച്ചിട്ടുണ്ടാവും. എന്നാ ഹോസ്പിറ്റലിലേക്ക് ഉടനെ കൊണ്ടുപോ. അയ്യോ വേണ്ട അമ്മേ. ഭാസ്കരേട്ടനാണ് വണ്ടി തട്ടിയതെന്ന് ഡോക്ടറോട് പറയുവാണെങ്കിൽ പോലീസ് കേസ് ആകത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പിന്നെ ഭാസ്കരേട്ടൻ ജയിലിലേക്ക് പോയേണ്ടി വരില്ലേ? ഭാസ്കറെ വേണ്ട വേണ്ട, നിന്നെ കൊണ്ട് വീട്ടിൽ തന്നെ മര്യാദയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ജയിലിലേക്ക് പോയാ പിന്നെ പറയണ്ട. ഞാനൊന്ന് അഭിനയിക്കാന്ന് വിചാരിച്ചപ്പോ ഇവരെന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. എന്നാ പിന്നെ നമ്മുടെ ഫാമിലി ഡോക്ടറെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയേ. ആ ശരി. ഡോക്ടറുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എന്റെ പൊന്നു ഭാസ്കറെ, ചെയ്യാനായിട്ട് ഒന്നുമില്ല. ഇവൻ കണ്ണ് തുറക്കുന്നവരെ ഒന്ന് സമാധാനിക്കേ. ആ അതെ, അതുവരെ ഇവിടെ റെസ്റ്റ് എടുക്കുന്നതല്ലാതെ വേറെ വഴിയില്ല. ഇവരെനിക്ക് നല്ല അനുകൂലമാണല്ലോ. അഖിൽ, ഭാസ്കർ, ഇയാളെ ഗസ്റ്റ് റൂമിൽ കൊണ്ടുപോയി കിടത്തിക്കേ. നമ്മുടെ ഫാമിലി ഡോക്ടറെ കോള് ചെയ്യുന്നത് നിർത്തണ്ട. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ? നീ വെറുതെ പേടിക്കണ്ട വസു. അവൻ കണ്ണു തുറന്ന ഉടനെ ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പറഞ്ഞു വിടാം. നീ വാ. വാ വാ വാ. ഏട്ടൻ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? വന്ന് വന്നും ഇതുപോലുള്ള തെമ്മാടികളൊക്കെ വീട്ടിൽ കൊണ്ടുവരിക. ഞാനെങ്ങനെ അറിയാനടാ ഇവ ഇത്ര വലിയ ഫ്രോഡാണെന്ന്? ശരി, നീ വാ.
യെസ്, എന്റെ പ്ലാൻ സക്സസ്. വസുവിന്റെ കാര്യത്തിൽ തീരുമാനമാവുന്നതുവരെ ഈ ബെഡിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഞാൻ അനങ്ങത്തില്ല. എന്തിനാ അയാളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? കുറച്ച് ദൂരമായാലും ഒന്ന് വൈകിയാലും എത്ര ചെലവായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് അയാൾ അവിടുന്ന് തന്നെ വീട്ടിലേക്ക് അയക്കായിരുന്നല്ലോ. അവൻ എങ്ങനെയുള്ള ആളാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ ഭാവനെ? എന്റെ കാറിന്റെ മുന്നിലേക്ക് വന്ന് വീണപ്പോ സിമ്പതി കാരണം വീട്ടിലേക്ക് കൊണ്ടുവന്നു. അതൊരു തെറ്റാണോ? തെറ്റാണ് അഖിൽ. നിങ്ങളുടെ വസുവേട്ടത്തി എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അയാളെ കണ്ട് ഇത്ര പേടിക്കുന്നത്. ഏട്ടത്തെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനാ അന്ന് ഷോപ്പിംഗ് മോളിൽ വെച്ച് പാവം ഏട്ടത്തോട് മിസ്ബിഹേവ് ചെയ്തേ. അക്കാര്യം എനിക്കറിയില്ലായിരുന്നല്ലോ. അന്ന് ഞാൻ നിങ്ങളോട് ഷോപ്പിങ്ങിന് വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ടാ ഒരുപാട് കാര്യങ്ങൾ തലയിലെടുത്ത് വെക്കരുതെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു കാര്യം ശ്രദ്ധിച്ച് ചെയ്യണം. അവര് മര്യാദയ്ക്ക് ഇരുന്നെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവാനാ? നീ എന്തൊക്കെയാടി പറഞ്ഞു വരുന്നേ? എന്റെ വസുവേട്ടത്തിന്റെ ഭാഗത്താണ് തെറ്റെന്നോ? അവൻ അങ്ങനെ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിലേ അവന്റെ കൈയല്ല ഞാൻ ഒടിക്കുന്നത്, ദേഹത്തോടെ കാറ് കയറ്റി അവിടെ വെച്ച് കൊന്നേനെ. കൈ മുറിഞ്ഞതിന് നിങ്ങൾ ഇത്രയും ടെൻഷൻ ആവുക? അപ്പൊ കൊന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ? അയാളും വസുവേട്ടത്തിയും തമ്മില് എന്ത് ബന്ധമാണാവോ? മര്യാദയ്ക്ക് സംസാരിക്കുക കാർത്തിക. വസുവേട്ടത്തി എനിക്ക് ഏട്ടത്തിയാണെങ്കിൽ നിനക്കും അങ്ങനെ തന്നെയാ. എന്താ കോളേജിൽ നിന്നെ നോക്കി ആരും കമന്റ് അടിച്ചിട്ടില്ലേ? റാഗിംഗ് പോലും ചെയ്തിട്ടില്ല? അന്നവൻ എന്തോ പറയാൻ വന്നതിൽ മാത്രമല്ല വേറെന്തോ കാര്യത്തിന് കൂടി വസു പേടിക്കുന്നുണ്ട്. അപ്പോ വേറെ കാരണം എന്തെങ്കിലും ഉണ്ടാവോ? ഉറപ്പായിട്ടും ഉണ്ട്. അന്ന് അയാൾ എന്തോ ഒന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളല്ലേ കേൾക്കാതിരുന്നത്? ആരാടി പറഞ്ഞേ? വസു ആ കാര്യം തുറന്നു പറയാനായി നന്നായിട്ട് പേടിക്കുന്നുണ്ട്. നിനക്ക് തന്നെ സാവധാനത്തില് വസുവിനോട് കാര്യം എന്തെന്ന് ചോദിച്ചൂടെ? വ്രതം മുടങ്ങിയതുകൊണ്ട് എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നു വസു വിശ്വസിക്കുന്നുണ്ട്. അതില് കൂടി കാർത്തിക ഓരോ കഥ പറഞ്ഞ് വസുവിനെ പേടിപ്പിക്കുകയും ചെയ്തു. അതൊക്കെ സത്യമാവുന്നത് പോലെ അയാളെ ഏട്ടൻ കൂട്ടിക്കൊണ്ടും വന്നു. അവനുള്ളത് ഈ വീട്ടിലല്ലേ? നമ്മളെല്ലാവരും ഇവിടെ ഉള്ളപ്പോ അവൻ വസുവിനെ എന്ത് ചെയ്യാനാ? അയാളാണോ എന്തെങ്കിലും ചെയ്തതെന്നോ അതോ വസുവേട്ടത്തിയാണോ എന്തെങ്കിലും ചെയ്തു കൂട്ടിയതെന്ന് ആർക്കും അറിയില്ലല്ലോ. തീ ഇല്ലാണ്ട് പുകയുണ്ടാവാറില്ലെന്നല്ലേ പറയാറ്? എന്ന് വെച്ച വസുവേട്ടത്തി തെറ്റിയതെന്നാണോ നീ പറഞ്ഞു വരുന്നേ? ആദ്യം അയാളൊന്ന് കണ്ണു തുറന്നിട്ട് അതിനുശേഷം ഒന്ന് വാ തുറക്കുമ്പോ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വരും. അപ്പൊ മനസ്സിലാവും വസുവേട്ടത്തിയാണോ തെറ്റ് ചെയ്തേ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന്. വസു, കുട്ടികൾ ഉറങ്ങിയായിരുന്നോ? ആ, എല്ലാവരും ഉറങ്ങിയമ്മേ. അബി എത്തിയായിരുന്നോ? ഇല്ല, ഇതുവരെ വന്നില്ലമ്മേ. ഓഫീസിൽ ജോലി കൂടുതലെന്ന് തോന്നുന്നു. അബി വീട്ടിലേക്ക് വരുന്നത് വരെ നീ ഉറങ്ങണ്ട. വന്നിട്ട് ആഹാരം കൊടുക്കണം. ശരി അമ്മേ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. അയാൾ കിടക്കുന്ന റൂമിൽ വെള്ളമില്ലെന്ന് തോന്നുന്നു. ഒരു ബോട്ടിൽ വെള്ളം അവിടെ വെച്ചേക്കേ. എന്താ? ഒന്നുമില്ലമ്മേ. ബോട്ടിൽ ഞാൻ റൂമിൽ കൊണ്ട് വെച്ചോളാം.
വസു ഡാർലിംഗ്, എന്താ? ഞാൻ മയക്കത്തിലാണെന്ന് വിചാരിച്ചു. അല്ല, ഞാൻ നിനക്ക് വേണ്ടി അങ്ങനെ അഭിനയിച്ചതാ. നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം മയങ്ങി വീണതാ എന്റെ വസു. കൈ വിടടാ. ഈ കൈ കൊണ്ടല്ലേ നീ എന്നെ അടിച്ചത്? ആ കൈ ഞാനൊന്ന് പിടിച്ചോട്ടേടി. ഇപ്പൊ നീ വിടുന്നുണ്ടോ ഇല്ലയോ? അന്ന് നിന്നെ ഞാൻ വെറുതെ വിട്ട് തെറ്റ് ചെയ്തു. ഇനി ആ തെറ്റ് ഞാൻ ആവർത്തിക്കില്ല. വിട്ടില്ലെങ്കിൽ നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലും. ഓൾറെഡി നിന്റെ സൗന്ദര്യം കൊണ്ട് നീ എന്നെ കൊന്നില്ലേ? എന്നെ വേണ്ടാന്ന് പറഞ്ഞ് വേറൊരുത്തനെ കല്യാണവും കഴിച്ച് ഇത്രയും വലിയൊരു വീട്ടിൽ നീ മരുമകളായി. ഇവിടെ നിനക്ക് ഭയങ്കര സന്തോഷമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ആ സന്തോഷത്തിൽ നിന്റെ സൗന്ദര്യം 10 ഇരട്ടി കൂടിയിട്ടുണ്ട്. എനിക്ക് സ്വന്തമാകേണ്ട സൗന്ദര്യമാണ്. വായി തോന്നുന്ന ഓരോന്ന് വിളിച്ചു പറഞ്ഞാലേ നീ വിവരം അറിയും. നീ എന്റെ വീട്ടിലാണെന്നുള്ള കാര്യം മറക്കണ്ട. ഞാൻ നിന്റെ വീട്ടിലാ ഉള്ളത്. പക്ഷേ എന്റെ കയ്യിൽ നിന്നെ കുറിച്ചൊരു സീക്രട്ട് ഉണ്ട്. വസുവിന്റെ ആദ്യ ഭർത്താവിനെ പോലെ ഞങ്ങളുടെ അബിയുടെ ആദ്യ ഭാര്യയും മരിച്ചുപോയി. ഈ കാര്യം അറിഞ്ഞതിന് ശേഷമാണ് ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അവളുടെ ഭർത്താവ് മരിച്ചുപോയെന്ന്? ആ സീക്രട്ട് ഈ വീട്ടുകാരോട് മറച്ചിട്ടല്ലേ നീ അഭിയെ കല്യാണം കഴിച്ചത്? ആർക്കും അറിയില്ല എന്ന് വിചാരിച്ചു. ആ സീക്രട്ട് ഞാൻ പറയുമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണും. ഇതുപോലൊരു ചാൻസ് കിട്ടുമെന്ന് ഞാനും സ്വപ്നത്തിൽ പോലും വിചാരിച്ചതേ. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വരേണ്ടത് നമുക്ക് തന്നെ കിട്ടും. അതിപ്പോ സത്യമായില്ലേ? അന്ന് ഞാൻ നിങ്ങളുടെ ചെകിട്ടത്ത് തല്ലിയതിന് ഇന്ന് ഞാൻ നിങ്ങളോട് സോറി പറയാം. ദയവ് ചെയ്ത് ഒന്നും ചെയ്യാതെ ഇവിടെ നിന്ന് പോണം. ഉറപ്പായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവാം. പക്ഷേ എനിക്ക് എന്ത് കിട്ടും? നിനക്ക് എന്താ വേണ്ടേ? നീ എന്ത് തരും? നിനക്ക് പണം വേണോ സ്വർണം വേണോ? നിസാരമായ പണവും സ്വർണവും ആർക്ക് വേണം? എനിക്ക് പണത്തിനോട് അത്ര ആർത്തിയൊന്നും ഇല്ല മോളെ. പിന്നെ നിനക്ക് എന്താ വേണ്ടേ? നിന്നെ എനിക്ക് വേണ്ടത്.